അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നെയ്യത്തെ പങ്കാളിയുള്ള പടകിലുണ്ട്. കാറ്റിനെയും സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 35 അധ്യായത്തിന്റെ 13 വാക്യം. നിങ്ങൾ വായ് കൊണ്ട് എന്റെ നേരെ വമ്പു പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാൻ അത് കേട്ടിരിക്കുന്നു. Thus with your mouth you have boasted against me and multiplied your words against me. I have heard them. യെഹെസ്കേൽ പ്രവചനം 35 അധ്യായത്തിൽ സേയീർ പർവ്വതത്തോടുള്ള ന്യായവിധിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സേയീർ പർവ്വതത്തിലെ നിവാസികൾ ആരായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സേയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. ഏശാവിന്റെ വംശ പരമ്പര. എന്തുകൊണ്ടാണ് ദൈവം അവരോട് വിരോധമായിരിക്കുന്നത്? ഒന്നാമത്തെ കാരണം 5 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നീ നിത്യം വൈര്യം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനേൽപ്പിച്ചുവല്ലോ. ഏദോമിനെതിരായ ന്യായവിധിക്ക് ദൈവം ആദ്യം പറഞ്ഞ കാരണം ഇസ്രായേലിനോടുള്ള അവരുടെ പുരാതന വിദ്വേഷമായിരുന്നു. ഇസഹാക്കിന്റെ ഇരട്ടക്കുട്ടികളായിരുന്നല്ലോ ഏശാവും യാക്കോബും. ഏശാവിന്റെ സന്തതി പരമ്പരകളാണ് ഏദോമ്യർ, യാക്കോബിന്റെ സന്തതി പരമ്പരകൾ ഇസ്രയേല്യരും. ഏശാവിന്റെ പിൻതലമുറയിൽ യാക്കോബിന്റെ പിൻഗാമികളോട് ഒരു പഴയ പകയും ശത്രുതയും നിലനിന്നിരുന്നതിന്റെ കാരണം ഒരുപക്ഷെ യാക്കോബിന് ലഭിച്ച ജന്മാവകാശവും അപ്പന്റെ അനുഗ്രഹവുമായിരിക്കാം. അസീറിയയും ബാബിലോണും അധിനിവേശം നടത്തിയപ്പോൾ ഇസ്രയേലിന് യഹൂദയ്ക്കും എതിരായ ദൈവത്തിന്റെ ന്യായവിധികളിൽ അവർ സന്തോഷിക്കുകയായിരുന്നു. യെരുശലേമിന്റെ പതനത്തിൽ ഏദോമ്യർ അത്യധികം ആഹ്ലാദിക്കുകയും അതിനെ നശിപ്പിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രോത്സാഹനവും നൽകുകയും ചെയ്തുവെന്ന് സങ്കീർത്തനം 137:7 വായിക്കുന്നു. ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരോട് കരുണ കാണിക്കാത്തവരെയും മറ്റുള്ളവരോട് തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവരെയും ദൈവം നിശ്ചയമായും ശിക്ഷ വിധിക്കും. രണ്ടാമത്തെ കാരണം 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രയേലിന്റെയും യഹൂദയുടെയും ദേശങ്ങൾ കൈവശപ്പെടുത്തുവാനുള്ള ആഗ്രഹം. ദൈവം ഇസ്രയേലിന് നൽകിയ ദേശം കീഴടക്കുമെന്ന് ഏദോം തീരുമാനിച്ചു. ദൈവം അവരോട് വിരോധം കാണിക്കുവാനുള്ള മറ്റൊരു കാരണമാണ് 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നീ അവരോട് നിന്റെ ദേശം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. നാം വായിച്ച കുറിവാക്യമാണ് വേറൊരു കാരണം. നിങ്ങൾ വാക്കുകൊണ്ട് എന്റെ നേരെ വമ്പു പറഞ്ഞു, എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാനത് കേട്ടിരിക്കുന്നു. ദൈവത്തിനും ദൈവമക്കൾക്കും വിരോധമായി സംസാരിക്കുന്ന ഏതു വാക്കുകളും ദൈവം കണക്ക് ചോദിക്കും. നമ്മുടെ എല്ലാ സംസാരവും ദൈവം കേൾക്കുന്നു. ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. മത്തായി 12:36-37 വാക്യങ്ങളിൽ, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഏദോമ്യർ ചെയ്ത കാര്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഏദോമ്യരുടെ സ്വഭാവം ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയ്ക്ക് വിരോധമായിരിക്കുന്ന സകല ദുഷ്ട സ്വഭാവങ്ങളും നീക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മക്കളാക്കി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.